ഒറ്റ ദിവസം കൊണ്ട് തളർന്നു പോയ ഒരാൾ ഈ അപ്പവും വെള്ളവും കഴിക്കുന്നതോടുകൂടെ 40 രാവും 40 പകലും കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോരബിൽ എത്തിച്ചേരുന്നു. മക്കളോടൊക്കെ ഈ പരിശുദ്ധ കുർബാന ഇത്രയും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ കാരണം അതാണ്. കുടുംബത്തിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന നമുക്ക് തരുന്ന വലിയൊരു പാഠം അത് സ്നേഹത്തിൻ്റെതാണ്. എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളത്. ഇത്രമാത്രം മനുഷ്യൻ്റെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങി വന്ന, മനുഷ്യൻ്റെ തളർച്ചകളിലേക്ക് ഇറങ്ങി വന്ന ജീവനുള്ളൊരു ദൈവം നമ്മളോട് പറയണത് കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ബലവും സ്നേഹവും കരുത്തും കരുതലും കൊടുത്തുകൊണ്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതി പറയാത്ത, കണക്ക് പറച്ചിലുകളില്ലാത്ത സ്നേഹമായിട്ടൊരു ദൈവം ഇറങ്ങി വരുന്നതിൻ്റെ ഓർമ്മയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ താൻ ഒറ്റയ്ക്കൊടുക്കപ്പെടാനിരുന്നതിൻ്റെ തലേ രാത്രിയിൽ ശരിക്കും അത് തന്നെ എഴുതി വച്ചിരിക്കണേ. പിറ്റേ ദിവസം താൻ ഒറ്റയ്ക്കൊടുക്കപ്പെടുമെന്നറിയാം, തന്നെ ഒരാൾ തള്ളിപ്പറയുമെന്നറിയാം, ഇവരാരും കൂടെ നിൽക്കാതെ തന്നെ മരണത്തിന് വിട്ടിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പോകുമെന്നറിയാം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ശരീരം മുറിച്ച് കൊടുത്തിട്ട് പറയണത്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, നിങ്ങളെടുത്ത് കുടിക്കുക. ഒരു പരാതിയില്ല, ഒരു കണക്ക് പറച്ചിലുമില്ല. ഈ ഒരു സ്നേഹം നമ്മൾ വേറെ ഒരിടത്തും കാണില്ല. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ പ്രാക്ടിക്കൽ സെഷനായ ഈ തിരുക്കുരിശിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയാതെ കരച്ചിൽ വരണത്. ആഴി തന്നഗാധത്തേക്കാൾ